നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞു, നിങ്ങൾ വലിയവരെ നന്നായി ആദരിക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ, ചെറിയവരോട് കരുണ കാണിക്കാത്തവർ നമ്മളിൽപ്പെട്ട ആളല്ല. അത് കഴിഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വയഅരിഫു ശറഫ കബീറനാ, നമ്മളിൽ വലിയ ആള്, പ്രായം കൊണ്ടും അല്ലാത്തത് കൊണ്ടും വലിയ ആളുകൾ, അവരെ മനസ്സിലാക്കി, അവരുടെ ആദരവ് മനസ്സിലാക്കി അവരെ നന്നായി ആദരിക്കണം, ബഹുമാനിക്കണം. അങ്ങനെ ആദരിക്കാത്തവൻ, ബഹുമാനിക്കാത്തവൻ ലൈസ മിന്നാ, നമ്മളിൽപ്പെട്ടവനല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല ഇക്റാമ ദിശൈബത്തിൽ മുസ്ലിം, മുസ്ലിമായ ഒരു മനുഷ്യൻ നരബാധിച്ചു, അത്തരം നരബാധിച്ചവരെ നിങ്ങൾ ബഹുമാനിക്കുക എന്നുള്ളത് തീർച്ചയായും വലിയ ബഹുമതിയുള്ളതാണ്. അല്ലാഹു തആലയെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ്. അപ്പൊ അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുകയും അല്ലാഹു ആദരിച്ചതിനെ ബഹുമാനിക്കുകയും ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അവന്റെ മനസ്സിലേക്ക് അല്ലാഹു അറിയാതെ ഉയർച്ചയിട്ട് തരുകയും നന്നാകണമെന്നൊരു ചിന്ത ഉണ്ടാവുകയും ചെയ്യും. നേരെ മറിച്ച് നമുക്ക് അത്തരം ഒരു ബഹുമാനമില്ല. വലിയ ആളുകളെ കാണുമ്പോൾ, കാരണവന്മാരെ കാണുമ്പോൾ ബഹുമാനമില്ല, അവരെ നിസ്സാരപ്പെടുത്തലാണ്. അവർ പറയുന്ന വാചകത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എങ്കിൽ നമുക്കൊരു ഉയർച്ചയും ഉണ്ടാവുകയില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും. എന്താണത്? അന്നഹു ഇൻതലഖ അബ്ദുറഹ്മാൻ ബിൻ സഹൽ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അബ്ദുറഹ്മാൻ ബിൻ സഹൽ റളിയല്ലാഹു അൻഹു ചെന്നു. വ മുഹയ്യിസതു വ ഹുവയ്യിസതു ഇബ്ന മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കളായ മുഹയ്യിസത്തും ഹുവയ്യിസത്തും ഉണ്ട്. അവർ രണ്ടുപേരും അല്പം പ്രായം കൂടിയ ആളുകളാണ്. ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. ഫീ ഖതീലിൻ ഖുതില ലഹും, ഒരു വധം നടന്നു. ആ വധത്തിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്നതാണ്. എന്തിനും അഭയകേന്ദ്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിന്റെ ശരിയായ മസ്അല ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഫദഹബ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു യതകല്ലം, സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖബ്ബിർ ഖബ്ബിർ, അതാ വലിയ ആൾക്കാരുണ്ട്, അതുകൊണ്ട് അവരൊന്ന് വർത്താനം പറഞ്ഞ് കഴിയട്ടെ, എന്നിട്ട് സംസാരിക്കാം. അപ്പൊ നോക്കൂ, വലിയവരെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനിച്ചതിന്റെ ഒരു ഹദീസാണ് നമ്മളിവിടെ വായിച്ചത്. എന്നിട്ട് അത് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു സഹൽ റളിയല്ലാഹു അൻഹു ഫസകത, മിണ്ടാതിരുന്നു. അങ്ങനെയാണല്ലോ, അത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ മിണ്ടാതിരുന്നു. ഫതകല്ലമ, അങ്ങനെ രണ്ടുപേരും സംസാരിച്ചു. വമുഹയ്യിസതു വഹുവയ്യിസതു, ഇവ രണ്ടുപേരും സംസാരിച്ചു. വഖദ് ഉമിർനാ അൻ നുനസ്സില അന്നാസ മനാസിലഹും, തീർച്ചയായും ജനങ്ങളെ അവരുടെ സ്ഥാനങ്ങൾ അനുസരിച്ച്
നിങ്ങൾ ബഹുമാനിക്കണമെന്ന് നമ്മോട് കൽപ്പനയാണ്. എന്നിട്ടോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ചരിത്രം നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. അന്നഹു മർറ ബിഹാ സാഇൽ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തുകൂടെ ഒരാൾ നടന്നുപോയി. വല്ലതും തരുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അതിൽ നിന്നൊരു റൊട്ടി കൊടുത്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമായത് നൽകി. പിന്നെ മറ്റൊരാൾ വന്നു, ഒരു പുരുഷൻ, നല്ല കോലത്തിൽ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം വന്നു, എന്തോ ഒരു ആവശ്യം ചോദിച്ചപ്പോ ആദ്യം ചെയ്ത പണി എന്താണ്? ആദ്യം അദ്ദേഹത്തെ ഒന്ന് സീറ്റ് കൊടുത്ത് ഇവിടെ ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്നിട്ട് അത് നൽകി. അങ്ങനെ അദ്ദേഹം അത് കഴിച്ചു. അങ്ങനെ അതിനെ കുറിച്ച് ചോദ്യം വന്നു. അതെന്തേ നേരത്തെ വന്നാക്ക് അങ്ങനെ ഇരിക്കാനൊന്നും കൊടുത്തിട്ടില്ലല്ലോ, അങ്ങനെ നൽകിയിട്ടില്ലല്ലോ. فقال رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു, ജനങ്ങളെ അവരുടെ സാഹചര്യങ്ങളും അവരുടെ ഷറഫും അനുസരിച്ച് അവർക്കുള്ള ബഹുമതി നൽകണം. എന്നിട്ട് മഹാന്മാർ ഇത് മുഖേന നമ്മെ ഉപദേശിക്കുകയാണ്. ഇന്ന മിമ്മാ യജിബു അൻ ലാ യഖാ മാ യർതകിബുഹു ബഅദുൻ നാസിൽ യൗം. ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. അത് അറിയാത്തതിന്റെ പേരിലാണ്. അതിൽ പറയുന്നു, മിൻ തഖദീമി ബഅദിൽ ലവാമ, ചില സാധാരണക്കാരൻ മുന്തിക്കുന്നു ഫീ സ്വലാത്തിൽ ജനാസ മയ്യിത്ത് നിസ്കാരത്തിന്റെ മുന്നിലേക്ക് സാധാരണക്കാരനായ ഒരാളെ മയ്യിത്ത് നിസ്കരിപ്പിക്കാൻ വേണ്ടി പിന്നിൽ നിന്ന് തള്ളുകയാണ്. അവിടെയോ അലാ ഉൻവാനി കൗലിഹി അബാ, ഒന്നിരിക്കൽ നിന്റെ വാപ്പയല്ലേ അത് നീ പോയിട്ട് മയ്യിത്ത് നിസ്കരിക്കണം, അല്ലെങ്കിൽ നിന്റെ കുട്ടിയല്ലേ അത് നീ പോയിട്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞ് ബാക്കിൽ നിന്ന് തള്ളുകയാണ്. സുബ്ഹാനല്ലാഹ്, ഫയഖുൽ ഖൗമു, എന്നിട്ട് ആ ഖൗമിന് വേണ്ടി ഇമാമത്ത് നിൽക്കുന്നത് ചിലപ്പോൾ ഫാത്തിഹ പോലും മഖ്റജ് അനുസരിച്ച് വേണ്ടതുപോലെ ഓതാൻ കഴിയാത്തവനായിരിക്കും. അവൻ പോയി ഇമാമത്ത് നിൽക്കും. വഫീഹിമുൽ ഉലമാഉൽ കിറാം, ആ സഫിൽ തന്നെ നല്ല അലിമീങ്ങളുണ്ട്, നല്ല ഉസ്താദാത്തുൽ ഇൽം, നല്ല ആദരണീയരായ സയ്യിദന്മാരുണ്ട്. ലാ ശക്ക അന്ന ഹാദാ മിൻ സൂഇൽ അദബ്, എന്നിട്ട് പോലും സാധാരണക്കാരനെ തള്ളിവിടുന്നത് അത് പുത്തനാശയക്കാരുടെ പതിവാണ്. അതിനാൽ അത് ചെയ്യുന്നത് വളരെ മോശപ്പെട്ട സംഗതിയാണ് എന്നുള്ളത് ലാ ശക്ക, ഒരു സംശയവുമില്ല. വഖില്ലത്തിൽ ഇഹ്തിറാം, അത് ആദരവിനെ നിന്ദിക്കലാണ്. എന്നാലോ സുബ്ഹാനല്ലാഹ്, അർഹത ആർക്കുണ്ട് എന്ന് ചോദിച്ചാൽ ഫത്ഹുൽ മുഈനിൽ കാണാൻ കഴിയും. ഒരു വാപ്പ മരിച്ചാൽ ഏറ്റവും അർഹൻ മകനാണ്. അത് ഫുഖഹാക്കൾ അത് എണ്ണിയിട്ടുണ്ട്. പക്ഷേ അവിടെ തന്നെ അവർ എണ്ണിയതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, ആ വ്യക്തി ആരെയാണോ പകരമാക്കി ഒരു ബഹുമാന്യനായ ഒരു വ്യക്തിയെ നിർത്തുന്നത് അവനെ ഏറ്റവും മുന്തിയാണ്, ഈ മകനെക്കാളും മുന്തിയാണ്. എന്തിലധികം പറയണം, ഒരു മകൻ വന്നിട്ട് ഇത്തരം ഒരു ജനാസയുടെ മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ ആ മകൻ ചിന്തിക്കേണ്ടത്, പടച്ചോനെ, ഞാനെങ്ങാനും ഇമാമത്ത് നിന്നാൽ എന്റെ വാപ്പ മരിച്ച് അവരിൽ കിടക്കേണ്ടവനാണല്ലോ, എന്റെ ഫാത്തിഹയിൽ വല്ലതും തെറ്റുപോയാൽ തെറ്റുകുറ്റങ്ങൾ വന്നാൽ എന്റെ ഉപ്പാക്ക് ഈ ജനങ്ങളുടെ ശുപാർശ ചെയ്യുന്ന ഈ മയ്യിത്ത് നിസ്കാരം കിട്ടില്ലല്ലോ. അതുകൊണ്ട് നന്നായി പഠിച്ച അലിമീങ്ങൾ ഉണ്ടാകുമ്പോ, സാദാത്യങ്ങൾ ഉണ്ടാകുമ്പോ അവരെയല്ലേ ഞാൻ ഇമാമത്ത് നിർത്തേണ്ടത് എന്ന് ചിന്തിച്ച് ആ മകൻ ചിന്തിക്കേണ്ടത്, ആ
ആ പള്ളിയിലുള്ള ഖതീബ് അല്ലെങ്കിൽ ആ പള്ളിയിലുള്ള ഒരു സയ്യിദ് ഉസ്താദെ നിങ്ങളൊന്ന് നിൽക്കണമെന്ന് പറഞ്ഞ് ആ ഉസ്താദിനെ ഒന്ന് ഇമാമത്ത് നിർത്തിയാൽ തീർച്ചയായും ഒരു 100 ആളുകൾ ഒരു മയ്യിത്തിന് വേണ്ടിയിട്ട് മയ്യിത്ത് നിസ്കരിച്ചാൽ ഏറ്റവും വലിയൊരു ശുപാർശയാണല്ലോ അത്. തീർച്ചയായും ആ മയ്യിത്ത് രക്ഷപ്പെടും. അങ്ങനെയുള്ള നല്ല ചിന്ത വരണമെന്ന് ആദരവിന്റെ സൂചനയായി മഹാന്മാർ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാരഥന്മാർ അവരുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. മാത്രമല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഏത് വ്യക്തിയെ കൊണ്ടുവന്നാലും ആദ്യം ആവശ്യപ്പെടാറുള്ളത് നബിയേ തങ്ങൾ ഇമാമത്ത് നിൽക്കണേ. ഇനി തങ്ങളുടെ ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടും. അതിനുശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു, അവരോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു, അവരോടും ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു, അവരോടും ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ മഹാരഥന്മാർ അങ്ങനെ തന്നെ ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് അതിനോടുള്ള വില ഇല്ലാതാക്കാൻ വേണ്ടി ദീനിൽ പലരും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അത്തരം ചില ചിന്താഗതിക്കാരാണ് പിന്നിൽ നിന്ന് തള്ളിവിടുന്നത്. അതുകൊണ്ട് മക്കൾ പിതാവിന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് ആദരവിന്റെ സൂചനയായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അഖിരിമൂ റജബ്, നിങ്ങൾ റജബിനെ നന്നായി ആദരിക്കണേ. റജബിനെ നിങ്ങൾ ആദരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ബഹുമാനം കൽപ്പിക്കുന്നതാണ്. ബി അൽഫി കറാമ, 1000 ആദരവ് കൊണ്ട് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ 1000-ലധികം ബഹുമാനം നിങ്ങൾക്ക് നൽകുന്നതാണ്. എന്നിട്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു നിങ്ങൾ എങ്ങനെയാണ് ആദരിക്കാൻ തുടങ്ങേണ്ടത്. അക്സിറൂ മിനൽ ഇസ്തിഗ്ഫാരി ഫീ ശഹ്രി റജബ്, ഇസ്തിഗ്ഫാറുകൾ ധാരാളം അധികരിപ്പിക്കൽ കൊണ്ട് റജബിനെ നിങ്ങൾ ആദരിക്കണേ. അപ്പൊ നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചെയ്യലോടുകൂടെ അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരും, പടച്ചോനെ നല്ല ഒരു മാസം വരികയാണല്ലോ, ഞാൻ ഇങ്ങനെയായി പോയാൽ പോരല്ലോ, ഞാനൊന്ന് ക്ലീൻ ആവണമല്ലോ. ക്ലീൻ ആകാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്ന് ഇസ്തിഗ്ഫാർ. ആ ഇസ്തിഗ്ഫാർ ധാരാളം അധികരിപ്പിച്ചാൽ ഖിയാമത്ത് നാളിൽ 1000 ആദരവ് കൊണ്ട് നിങ്ങളെ അല്ലാഹു ബഹുമാനിക്കുന്നതാണ്. മാത്രമാണോ റജബ് എന്ന് പറയുന്നത്? ചില്ലര മാസമല്ലല്ലോ. അള്ളാഹുവിന്റെ മാസം എന്നൊരു ഓമനപ്പേര് അതിലുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും സംശുദ്ധമാക്കി എടുക്കേണ്ട മാസമാണ് റജബ്. കഴിഞ്ഞ പാപങ്ങളിൽ നിന്ന് നന്നായി ഖേദിച്ച് മടങ്ങി അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് നാം റജബിനെ ബഹുമാനിക്കണം. അങ്ങനെ ധാരാളം ഇസ്തിഗ്ഫാറുകൾ ചൊല്ലുകയും ധാരാളം നന്മകൾ ചെയ്യുകയും ധാരാളം സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയും ചെയ്യുന്നതോടുകൂടെ അവന്റെ ഇബാദത്തിൽ നല്ല ആനന്ദം ഉണ്ടാകുന്നതാണ്, നല്ല രസം കിട്ടുന്നതാണ്. മാത്രമല്ലല്ലോ റജബിനെ നിങ്ങൾ നോമ്പ് കൊണ്ട് വലയം ചെയ്യണേ. റജബ് നന്നായി നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ അല്ലാഹുവിലേക്ക് പാകപ്പെടുത്തി എടുക്കേണ്ട മാസമാണ്. പ്രത്യേകിച്ച് റജബിനെ ആദരിച്ച് 1-ാമത്തെ ദിവസത്തിൽ തന്നെ നോമ്പനുഷ്ഠിച്ചാൽ അവർക്കുള്ള പ്രതിഫലം വലുതാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ആണെങ്കിൽ ഇന്ന് 1 അല്ലയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മാസം കണ്ടിട്ടില്ല. ഇന്ന് പിന്നീട് 30 ഹദിമാർ പ്രഖ്യാപിച്ചതുകൊണ്ട് നാളെ റജബ് 1 പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ റജബിനെ ആദരിച്ചുകൊണ്ട് നാളത്തെ ദിവസം കഴിയുന്ന ആളുകൾ ഒറ്റ ദിവസമെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ വലിയ പുണ്യമാണ് കേട്ടോ. നാളെ നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോ വെക്കേണ്ട നിയ്യത്ത്, നാളത്തെ ദിവസം തിങ്കളാഴ്ചയാണല്ലോ, തിങ്കളാഴ്ച ദിവസത്തിന്റെ സുന്നത്തായ നോമ്പിനെയും റജബ് മാസത്തിലെ നോമ്പിനെയും അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റുകിട്ടുവാൻ കരുതി എന്ന് വെച്ചാൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമായി. കൂട്ടത്തിൽ വല്ലപ്പോഴും റമദാനിൽ ഖളായി പോയ നോമ്പുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ വെച്ചാൽ നമുക്ക് അതും കിട്ടുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. മൻ സാമ അവ്വല യൗമിൻ മിൻ റജബ് വജബത് ലഹുൽ ജന്ന. റജബ് മാസത്തിലെ ഒന്നാമത്തെ ദിവസം വല്ലവനും നോമ്പനുഷ്ഠിച്ചാൽ വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗ്ഗം നിർബന്ധമായിരിക്കുന്നു. സൗബാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖബറിന്റെ ചാരത്തൂടെ നടന്നു പോവുകയാണ്. ആ ചാരത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് കരയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഈ ഖബറാളി ഖബറിനുള്ളിൽ ശിക്ഷ അനുഭവിക്കുകയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് അവിടെ കൂടിയവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലയോ സ്വഹാബത്തെ, ഈ മനുഷ്യൻ റജബിലെ ഏതെങ്കിലും ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചിരുന്നുവെങ്കിൽ ഈ ഖബറാളി ഇവിടെ നിന്നും ശിക്ഷ അനുഭവിക്കുകയില്ലായിരുന്നു. അപ്പോഴാണ് സ്വഹാബത്ത് ചോദിക്കുന്നു, സൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, റജബിലെ ഏതെങ്കിലും ഒരു ദിവസം നോറ്റാൽ മതിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നഅം യാ സൗബാൻ, അതെ, ഏതെങ്കിലും ഒരു ദിവസം നോറ്റാൽ മതി, ഖബറിലെ ശിക്ഷ അവന് അനുഭവിക്കുകയില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതാണ്. ഇനി നാളെ കഴിഞ്ഞില്ലെങ്കിലോ, റജബ് മാസം തീരുന്നതിന് മുമ്പ് പടച്ചോനെ, ഖബറിൽ വെച്ച് എനിക്ക് ശിക്ഷ അനുഭവിക്കാൻ കഴിയില്ല, നിന്റെ ശിക്ഷ എനിക്ക് ഏൽക്കാൻ കഴിയില്ല. റജബിലെ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ റജബ് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് നോമ്പനുഷ്ഠിച്ചാൽ നമുക്കതിനുള്ള പ്രതിഫലം കിട്ടുകയാണ്. അർഹമുർറഹീമായ അല്ലാഹ്, ഞങ്ങൾക്ക് നോമ്പനുഷ്ഠിക്കാനുള്ള നല്ല ഖുവ്വത്തും ആഫിയത്തും നീ നൽകണേ അല്ലാഹ്. ഖബർ ശിക്ഷയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. റജബിനെ ആദരിച്ച് നോമ്പനുഷ്ഠിച്ചാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം അതാണ്. അങ്ങനെ നോമ്പനുഷ്ഠിച്ചാലോ അള്ളാഹുവിന്റെ തൃപ്തി അവന് ലഭിക്കുന്നു. അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ചാലോ അള്ളാഹുവിന്റെ ഗളബ് അവനിൽ ഉണ്ടാവുകയില്ല. മാത്രമല്ല, സ്വർഗത്തിലെ 8 കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ അവന് പ്രത്യേകമായി കടക്കാനുള്ള കവാടങ്ങൾ കൊടുക്കുന്നു. അവന്റെ ദുആഇന് അല്ലാഹു ഇജാബത്ത് നൽകുന്നു. സുബ്ഹാനല്ലാഹ്, അത്രമാത്രം വലിയ ബഹുമതിയുള്ള മാസമാണ് റജബ്. ഹിജ്റ ആരംഭിക്കുന്നത് മുഹറം മാസത്തിലല്ലേ? മുഹറം മാസം മുതൽ നമ്മൾ ഒന്ന് എണ്ണി നോക്കിയാൽ 7ാമത്തെ മാസമായിട്ട് വരുന്നതല്ലേ റജബ് മാസം. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖിർ കഴിഞ്ഞാൽ 7ാമത്തെ മാസമായി റജബ് വരുന്നു. ആ റജബ് മാസത്തിലാണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹാ ഗർഭം ചുമന്ന മാസമാണ്. ഇനിയോ അതിന്റെ പവിത്രത ആദരണീയമായ മാസം എന്ന് റജബിന് അർത്ഥമുണ്ട്. ജാഹിലിയ്യ കാലത്ത് പോലും ഈ മാസത്തെ വല്ലാതെ പവിത്രതയാർന്ന മാസമായി അന്നത്തെ കാലത്ത് പോലും എല്ലാവരും ബഹുമാനത്തോടുകൂടെ കണ്ടിരുന്ന മാസമായിരുന്നു.
മുളർ ഗോത്രക്കാർ ഈ മാസത്തെ വല്ലാതെ ആദരിച്ചതിനാൽ റജബുൽ മുളർ എന്നൊരു പേരും ഈ മാസത്തിനുണ്ട്. യുദ്ധം ഹറാമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒരു മാസം അത് റജബായി എണ്ണിയിട്ടുണ്ട്. മഹാനായ അല്ലാമ സയ്യിദ് ബഖരി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, ഹുവ മുഷ്തഖുൻ മിനത് തർജീബ്. റജബ് എന്ന് പറഞ്ഞാൽ തർജീബ് എന്ന ധാതുവിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ്. അറബി വ്യാകരണ ശാസ്ത്രത്തിലുള്ള ഒരു ചില നിയമങ്ങളാണ് തർജീബ് എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് റജബ് എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ആദരിക്കൽ, ബഹുമാനിക്കൽ എന്നതാണല്ലോ. കാരണം അറബികൾ ആ മാസത്തെ വല്ലാതെ ആദരിച്ചിരുന്നു മറ്റു മാസത്തേക്കാൾ. അതിനാൽ ധാരാളം ഖൈറുകൾ ചൊരിയുന്ന മാസം, നന്മകൾ ചൊരിയുന്ന മാസം എന്നൊരു പേരും അതിനുണ്ട്. എന്നാലോ വൽ അസം, അസം എന്നൊരു പേര് അതിനുണ്ട്. കാരണം എന്താണ്? അസം എന്ന് പറഞ്ഞാൽ ബധിരത, കേൾക്കാതിരിക്കുക എന്നതാണ്. അപ്പൊ എന്താണ് അങ്ങനെ ഒരു പേര് കിട്ടിയത്? അവിടെ അതാ പറയുന്നു, ആ മാസത്തിൽ യുദ്ധങ്ങളുടെ ശബ്ദങ്ങളൊന്നും കേൾക്കാറില്ല, വളരെ ശാന്തമാണ്, ഒരു അക്രമമില്ല, ഒന്നുമില്ല, നന്നായി ആദരിച്ച് നടക്കുന്നതിനാൽ ആ മാസത്തിൽ യുദ്ധമില്ല. എന്നിട്ട് പറയുന്നു, ശത്രുക്കളെയും പൈശാചികമായ ശക്തികളെയും ഓടിക്കുന്നതിനാൽ റജ്മ് എന്നും അതിനൊരു പേരുണ്ട്. എന്നാൽ സ്വാലിഹീങ്ങളും ഔലിയാക്കളും അത്തരം ആളുകളുണ്ടല്ലോ, ആ ആളുകളെ പിശാച് ഒട്ടും ഉപദ്രവിക്കുകയില്ല, അവരെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല. പക്ഷേ നമ്മളും ആ സ്വാലിഹീങ്ങളുടെ വഴി സ്വീകരിച്ച് കൃത്യമായി നമ്മുടെ അമലുകൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കും ആ മാർഗത്തിൽ ചേർക്കാൻ കഴിയുകയുള്ളൂ. മഹാനായ ദൈലമി റളിയല്ലാഹു അൻഹു മറ്റും അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാൻ കഴിയും, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റജബ് ശഹ്റുല്ലാഹ്, റജബ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാനു ശഹ്രി, ശഅബാൻ എന്ന് പറഞ്ഞാൽ എന്റെ മാസമാണ്. വറമദാനു ശഹ്റു ഉമ്മതി, റമദാൻ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മത്തീങ്ങൾക്കുള്ള മാസമാണ്. എന്നിട്ട് ഇമാം മുനാവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇളാഫത്ത ശഹ്രി ഇലല്ലാഹ്, എന്നാൽ റജബിനെ കുറിച്ച് അല്ലാഹുവിന്റെ മാസം എന്ന് ചേർക്കാനുള്ള കാരണം യദുല്ലു അലാ ശറഫിഹി, അതിന്റെ ബഹുമാനം അറിയിക്കലാണ്, അതിന്റെ മഹത്വം അറിയിക്കലാണ്. മാസങ്ങളുടെ നേതാവായ റമദാൻ മാസം വരാനിരിക്കുകയല്ലേ, ആ റമദാനിന്റെ മുന്നോടിയായി ഒരുങ്ങേണ്ട മാസമാണ് റജബ്. അങ്ങനെ ഒരുങ്ങേണ്ട മാസമാണ് ശഅബാൻ. റമദാനിന്റെ മുന്നിലുള്ള 2 മാസമേ ഇനി നിങ്ങൾക്കുള്ളൂ. അതിനാൽ നിങ്ങൾ റമദാനിനെ ആദരിച്ച് നന്നായി ഖുർആൻ ഓതി ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണമെങ്കിൽ റമദാനിന് ഒരുങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. മറിച്ച് അതിന്റെ മുമ്പുള്ള ഈ 2 മാസത്തിൽ നന്നായി പ്രയത്നിക്കണം. ആ പ്രയത്നിക്കേണ്ടത് ഖുർആൻ ഓതിക്കൊണ്ടാവണം, ദിക്ർ ചൊല്ലിക്കൊണ്ടാവണം, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടാവണം, നോമ്പെടുത്തുകൊണ്ടായിരിക്കണം. അങ്ങനെ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പും കയറുന്നതനുസരിച്ച് റമദാനിൽ നമുക്ക് നന്നായി മുതലെടുക്കാൻ കഴിയും. അങ്ങനെ മുതലെടുത്തവരാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അതുകൊണ്ട് റജബായാൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ഇദാ ദഖല റജബുൽ റജബായി കഴിഞ്ഞാൽ ഖാല അവിടെന്ന് പറയും അല്ലാഹുമ്മ ബാരിക് ലനാ പടച്ചോനെ ഞങ്ങൾക്ക് നീ ബറകത്ത് ചെയ്യണേ ഫീ റജബിൻ റജബ് മാസത്തിൽ നീ ബറകത്ത് ചെയ്യണേ ശഅബാൻ ശഅബാനിലും ബറകത്ത് ചെയ്യണേ വബല്ലിഗ്നാ റമളാൻ റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ കാരണം റമളാനെത്താതെ നമ്മൾ മരിച്ചു പോയാൽ പിന്നെ ഒരു ഫർദ് ചെയ്താൽ 70 ഫർദ് ചെയ്യുന്ന ആ പ്രതിഫലം കിട്ടണമെങ്കിൽ റമളാനെത്തണമല്ലോ. ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദിന്റെ കൂലി കിട്ടണമെങ്കിൽ റമളാനെത്തണമല്ലോ. നമ്മളിൽ നിന്ന് എത്ര പേരാണ് വിദേശത്തേക്ക് പോകുന്നത്? ദിർഹമും ദീനാറും റിയാലും വാങ്ങാൻ വേണ്ടി പോവുകയല്ലേ? എന്തിനാണ് നാടും വീടും വിട്ടുകൊണ്ട് സ്വന്തം ഭാര്യയെ ഒഴിവാക്കി മക്കളെ ഒഴിവാക്കി അവർ വിദേശത്തേക്ക് പോകുന്നത്? അവിടെ ജോലിയെടുക്കാൻ വേണ്ടിയാണ്. എന്തേ ഈ നാട്ടിൽ നിന്ന് ജോലിയെടുത്താൽ ഇതിന്റെ മൂല്യം കുറവാണ്. മൂല്യം ഉള്ളിടത്ത് പോയാൽ അവിടെ ജോലിയെടുത്തു കഴിഞ്ഞാൽ അതിന്റെ കറൻസി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെത്തുമ്പോഴേക്ക് അതിന്റെ 10 മടങ്ങ് ക്യാഷ് നമുക്ക് കിട്ടും എന്നതുകൊണ്ടാണല്ലോ നമ്മൾ പ്ലെയിനും കയറിയിട്ട് വിദേശത്തേക്ക് പോകുന്നത് എങ്കിൽ നമുക്കിതാ അതിനേക്കാൾ വലിയ മൂല്യം ആഖിറത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തരുന്ന വലിയ ഓഫറല്ലേ റമളാൻ. ആ റമളാനിൽ നന്നായി മുതലെടുക്കണം. അവിടെ ചെന്ന് നന്നായി ജോലിയെടുക്കണം. ആ ജോലിയെടുക്കുന്നതിന് മുമ്പ് ജോലിക്ക് വേണ്ടി തയ്യാറാവണം. ആ തയ്യാറാവലാണ് റമളാനിന്റെ മുമ്പുള്ള 2 മാസം. അതാണ് റജബ്, അതാണ് ശഅബാൻ. ഈ ശഅബാനിൽ നമ്മൾ ഒരു മീൻഡും ചെയ്തിട്ടില്ല. ഈ ശഅബാനിനെ പരിഗണിക്കുന്നില്ല, റജബിനെ പരിഗണിക്കുന്നില്ല. അത്തരം ആളുകൾക്ക് റമളാനിനെ പരിഗണിക്കാൻ കഴിയൂല. അത്തരം ആളുകൾ തറാവീഹിന് വന്നാൽ ഇത് എപ്പോഴാണ് കഴിയുക എന്ന ചിന്തയായിരിക്കും. ഖുർആൻ തുറന്നാൽ 2 പേജ് ഓതിയാൽ തന്നെ ഉറക്കം വരും. ദിക്ർ ചൊല്ലിയാലോ അവന് പൂർണ്ണമായി ദിക്ർ ചൊല്ലാൻ കഴിയില്ല. കാരണം എന്താണ്? റജബിനെ ആദരിച്ചില്ല, ശഅബാനിനെ ആദരിച്ചില്ല. അതുകൊണ്ട് നന്നായി ശഅബാനിനെയും റജബിനെയും ആദരിക്കണമെന്നാണ് ഈ പ്രാർത്ഥനയിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് മഹാരഥന്മാർ പറയുകയാണ്. സുബ്ഹാനല്ലാഹ് വമൻ യുഅദ്ദിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ നന്നായി ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയാന്തരങ്ങളിൽ നിന്ന് വരുന്ന തഖ്വയാണ്. അതിന്റെ പേരാണ് തഖ്വ. തഖ്വയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അത്തഖ്വ ഹാഹുനാ അത്തഖ്വ ഹാഹുനാ അത്തഖ്വ ഹാഹുനാ. തഖ്വ എന്ന് പറയുന്നത് അത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നതാണ്. അല്ലാതെ ധാരാളം ഖുർആൻ ഓതുന്നു, അത് അതിന്റെ തഖ്വയുടെ പ്രതിഫലമാണ്. അതുപോലെ തന്നെ നന്നായി നിസ്കരിക്കുന്നു, അത് തഖ്വയുടെ പ്രതിഫലമാണ്. എന്ന് പറഞ്ഞാൽ ആ തഖ്വ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ അതിനനുസരിച്ച് അവന് നന്നാകണമെന്ന ചിന്ത വരുമ്പോഴാണ് ഖുർആൻ ഓതുന്നത്. ഒരു കരണ്ട് ഉണ്ട് എന്ന് തെളിയുന്നത് ബൾബിടുമ്പോഴാണ്. ആ ബൾബ് ഇങ്ങനെ പ്രകാശിക്കുമ്പോൾ നമുക്ക് தெரியும் ഈ കരണ്ടിന് എത്ര വോൾട്ടേജ് ഉണ്ട്, ഈ കരണ്ടിന് എത്ര പവർ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അതേ രൂപത്തിൽ മനസ്സിലുള്ള ഈമാനിന് എത്ര പവർ ഉണ്ട്. അവന്റെ ഇബാദത്ത് കണ്ടാൽ തിരിയുന്നതാ. അത്തരം നല്ല നല്ല സൂഫിമാർ കഴിഞ്ഞുപോയി, ഔലിയാക്കന്മാര് കഴിഞ്ഞുപോയി, മഹാരഥന്മാർ കഴിഞ്ഞുപോയി. പടച്ചറബേ, അവരെ പോലെയൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഇന്നു മുതൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നാളെ റജബ് 1 റബ്ബേ. എത്ര ദിവസങ്ങൾ എന്നിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്ര മാസങ്ങൾ എന്നിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്ര റജബ് കഴിഞ്ഞു പോയി, എത്ര ശഅബാൻ കഴിഞ്ഞു പോയി, എത്ര റമളാൻ കഴിഞ്ഞു പോയി. ഇനിയെങ്കിലും ഞാൻ നന്നാവണ്ടയോ? ഇനിയെങ്കിലും ഞാൻ ഖബറിലേക്ക് പോകണമെന്നൊരു ചിന്ത എനിക്ക് വേണ്ടയോ എന്നും കരുതി ഇന്ന് തന്നെ നമ്മൾ നന്നായി തൗബ ചെയ്ത് പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു മഖബറയിൽ പോയി മഹാരഥന്മാരുടെ അടുത്ത് പോയിട്ട് സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് ആ മഹാരഥന്മാരെ മുൻനിർത്തി പറയണം, പടച്ചറബേ, ഈ മഹാനെ മുൻനിർത്തി ഞാൻ പറയുന്നു, എന്റെ പാപങ്ങളൊക്കെ പുറത്തു തരണം. ഇനിയെങ്കിലും ഞാൻ നന്നാകണമെന്നൊരു ചിന്ത എന്റെ കൽവിലേക്ക് ഇട്ട് തരണം. ഇനിയെങ്കിലും ഞാൻ നന്നാകാതെ ജീവിച്ചു പോയാൽ ഞാൻ പോകേണ്ടത് എന്റെ ഖബറിലേക്കാണ്. എന്റെ ഖബറിലോ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എന്റെ മക്കളില്ല, എന്റെ കൂടെ കിടന്നുറങ്ങുന്ന എന്റെ ഭാര്യയില്ല, എന്നെ ശുശ്രൂഷിച്ച എന്റെ ഉപ്പയില്ല, ഉമ്മയില്ല, ആരുമില്ല.
ഒറ്റക്ക് കിടക്കുന്ന ഖബറിൽ ഞാൻ ഏകനായി കിടക്കുമ്പോ എനിക്ക് കിട്ടേണ്ട പ്രകാശം എന്റെ ഖുർആനോത്താണ്. എന്റെ ഖുർആനോത്ത് കുറവാണെങ്കിൽ അവിടെയുള്ള പ്രകാശം കുറഞ്ഞു പോയില്ലേ? എന്റെ നിസ്കാരങ്ങൾ എന്തൊക്കെയോ രൂപത്തിലും അങ്ങനെ നിസ്കരിച്ചു പോകുന്നു. ഒരു തഖ്വയില്ലാത്ത നിസ്കാരം, ഒരു ഖുശൂഇല്ലാത്ത നിസ്കാരം, ആ നിസ്കാരവും അതാ വളരെ മൈനസ് പോയിന്റ് ആണെങ്കിൽ ആ ഖബറിലേക്ക് അടിക്കുന്ന പ്രകാശത്തിന്റെ വോൾട്ടേജ് കുറഞ്ഞു പോയില്ലേ? അതുകൊണ്ട് ഇനിയെങ്കിലും ഞാൻ നന്നാകണമെന്നൊരു ചിന്ത, ആ ചിന്ത ഇങ്ങനെ വരുമ്പോ നമ്മുടെ നാക്കുകൊണ്ട് ഒരാളെ കുറ്റം പറയൂല, ആ നാക്കുകൊണ്ട് മറ്റൊരാളെ പരിഹസിക്കൂല, ആ നാക്കുകൊണ്ട് ഒന്നും നമ്മൾ വേണ്ടാത്തത് പറയൂല. അങ്ങനെ ജീവിക്കുമ്പോ പിന്നെ കണ്ണുകൊണ്ട് ഹറാമ് കാണൂല, കാതുകൊണ്ട് ഹറാമ് കേൾക്കൂല, ഹറാമിലേക്ക് നടന്നു പോകൂല, ഹറാമ് കൈകൊണ്ട് പിടിക്കൂല, ഹറാമ് കൈകൊണ്ട് വാങ്ങൂല, ഹറാമായത് നമ്മൾ കഴിക്കൂല. അങ്ങനെ ജീവിച്ചവരാണ് അല്ലാഹുവിന്റെ സൂഫിമാർ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ മഹാരഥന്മാരായ ആളുകൾ. അർഹമുർ-റഹീമായ അല്ലാഹ്, നിന്റെ മാസത്തെ നന്നായി ആദരിക്കാനും ബഹുമാനിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. തഖ്വയും ഈമാനും നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, നടുത്തിട്ട് വരണം. യാ അക്രമ ബൈത്ത് ചൊല്ലുകയാണ്. ഇത് ചൊല്ലുമ്പോൾ തന്നെ മനസ്സിൽ വരണം, പടച്ചോനെ നിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കി ചൊല്ലുന്ന ബൈത്താണ്. അതുകൊണ്ട് എന്റെ പാപങ്ങൾ ഇതങ്ങ് ചൊല്ലി കഴിയുമ്പോഴേക്കും പൊയിഞ്ഞു പോകണം, ക്ലീനായി പോകണം എന്ന ചിന്തയോടുകൂടെ ചൊല്ലണം. അല്ലാഹു നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. യാ അക്രമൽ ഖൽഖി മാലി മനാലു سواك عند حلول الحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاءك بذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك الخلق كلهم يا نفس لا تقنطي من زلة عظمى إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم إلا على رحمتك بالعناية نصيرها تأتي على حسب عصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولتف
عبدك في دارين إن له صبرا متى تدعوه أهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وذل صاحبي صلاة منك دائمة على النبي المنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم من مرنها على ما تبان الحصى وأطرب المساحات للعيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف العشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ഇന്നത്തെ ചായ നമ്മുടെ VK മുഹമ്മദ് കയുടെ വകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ നമുക്കറിയാം കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. അവരുടെ ആണ്ടിൻ്റെ ദിവസമാണ്. അല്ലാഹു ആ ഉമ്മയുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ആ സഹോദരി സഹിച്ച വേദനകൾക്കും വിഷമങ്ങൾക്കും പരിഹാരമായി മഗ്ഫിറത്തുല്ലാഹ് പ്രദാനം ചെയ്തു കൊടുക്കുമാറാവട്ടെ.
ചെയ്ത മുഴുവൻ നന്മകളും അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാ പാപപ്പിഴവുകളും അള്ളാഹു പുറത്ത് മാപ്പാക്കട്ടെ. അതുപോലെ കൊടിഞ്ഞിയിൽ ഒരു സഹോദരൻ വിദേശത്ത് ജോലിക്ക് പോയതാണ്. ജോലിക്ക് പോയതിനിടയിൽ ജോലിക്ക് വേണ്ടി റൂമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതിനിടയിൽ നല്ല മഴ പെയ്തപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴ പെയ്താലൊന്ന് ഷെഡുക്കോ ബസ് സ്റ്റോപ്പുക്കോ സ്റ്റാൻഡുക്കോ കയറി നിൽക്കുന്നത് പോലെ ഈ കുട്ടി ഒരു ബിൽഡിങ്ങിൻ്റെ താഴേക്ക് ഒന്ന് മാറി മാറി. അങ്ങനെ ശക്തമായ കാറ്റടിച്ചപ്പോൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊരു കല്ല് വീണു, ദേഹത്ത് പതിച്ചു, മരണപ്പെട്ടു. അല്ലാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ചെറുപ്പക്കാരനാണ്, കൊടിഞ്ഞിയിലാണ്. അല്ലാഹു ആ സഹോദരന് മഗ്ഫിറത്ത് റഹ്മത്ത് നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ മുഹമ്മദാജിയുടെ അനുജൻ്റെ മരുമകൻ ഒരു സ്ട്രോക്ക് വന്ന് പ്രയാസത്തിലാണ്. അല്ലാഹുവേ നീ സലാമത്താക്കണേ അല്ലാഹ്, നീ പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ പുള്ളാടൻ ഹംസ ഹാജി അൽഹംദുലില്ലാ കുറച്ചൊക്കെ മെച്ചപ്പെടുന്നുണ്ട്. എങ്കിലും വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ദുആ ചെയ്യാൻ വേണ്ടി എത്തിച്ചിട്ടുണ്ട്. അല്ലാഹുവേ പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഒരു അമുസ്ലിമായൊരു സഹോദരി, ആ സഹോദരിയുടെ അമ്മ ഫോസ്ഫറസ് കുറഞ്ഞിട്ട് എന്താണ് എല്ലിങ്ങനെ പൊടിയുന്ന ഒരു രോഗമുണ്ട്. പൊടിഞ്ഞിട്ട് ഭയങ്കര വിഷമം. അല്ലാഹു ആ അമ്മക്കും അല്ലാഹു പരിപൂർണ്ണ ശിഫ കൊടുക്കുമാറാവട്ടെ. അതുപോലെ കഴിഞ്ഞ ഇന്നലെ വെള്ളിയാഴ്ച ഒരു സഹോദരനുണ്ട്, വിഷമത്തോടെ പറഞ്ഞു, വിദേശത്ത് നിന്ന് ഒരു കുട്ടി ജോലിക്ക് പോയതാണ്. പക്ഷെ ഇപ്പോൾ കുട്ടികളൊക്കെ ഒരുമിച്ച് കൂട്ടി ജനുവരി 5-ാം തീയതിയെങ്കിലും നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാട് നടത്തുന്നുണ്ട്. പക്ഷേ എന്ത് രോഗമാണെന്ന് ഒരാൾക്കും അറിയില്ല. രോഗിയാണെന്ന് പറഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വിളിച്ചത്. അല്ലാഹുവേ ആ കുടുംബത്തിൻ്റെ അത്താണിയായിട്ട് ഞാൻ നേരെ പറഞ്ഞയച്ചത്. ഇപ്പോൾ രോഗിയാണെന്ന് പറഞ്ഞയക്കുകയാണ്. എന്ത് രോഗമാണെന്ന് അവർ പറയുന്നുമില്ല. കുടുംബം ബേജാറിലാണ്. അല്ലാഹുവേ അത്തരം രോഗങ്ങളാണ് ഇപ്പം നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പടച്ചുറപ്പ് പരിപൂർണ്ണ ശിഫ കൊടുക്കുമാറാവട്ടെ, സലാമത്ത് കൊടുക്കുമാറാവട്ടെ. അങ്ങനെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരും അല്ലാഹു പരിപൂർണ്ണ ശിഫ ആഫിയത്തും ഖുവ്വത്തും അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഒക്കെ പേരിൽ ഒരു 10 തഹ്ലീൽ ചൊല്ലണം. അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച എൻ്റെ വീടിൻ്റെ കുടിയിരിക്കലാണ്. അപ്പോൾ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ടാവും, പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതൊരു ക്ഷണമായി സ്വീകരിച്ച് നിങ്ങളെല്ലാവരും ഒരു 10 മണിയാകുമ്പോഴേക്ക് വീട്ടിലേക്ക് എത്തിച്ചേരണം. വഴി ഞാൻ ലൊക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് നേരെ മൂന്നിയൂരാലിഞ്ചോട്ട് കൂടെ തലപ്പാറ ചെന്ന് പിന്നെ തലപ്പാറ വഴി വല്യരുമ്പ് കഴിഞ്ഞ് പുകയൂർ റൂട്ട് കഴിഞ്ഞ് പുകയൂർ കഴിഞ്ഞ് പിന്നത്തൊരു അങ്ങാടിയാണ് യാറത്തുംപടി, അവിടെയാണ് എത്തേണ്ടത്. ഒരു 10 മണിയാകുമ്പോഴേക്കും നിങ്ങളൊക്കെ എത്തണം. ഇൻഷാ അല്ലാഹ് മൗലിദ് സദസ്സിലൊക്കെ നിങ്ങൾ ഉണ്ടാവണം. അല്ലാഹു നമുക്കൊക്കെ ഖൈറായ ജീവിതം നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد. اللهم اوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة النبي المصطفى محمد صلى الله عليه وسلم، وإلى حضرات سائر الأنبياء والمرسلين، وإلى حضرات أزواج الطاهرات أمهات المؤمنين، وإلى حضرات جميع الأولياء والعلماء والشهداء والصديقين والصالحين. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ അല്ലാഹ്. ശുദ്ധമായ റജബ് മാസം പിറക്കാനിരിക്കുന്നു. അതിൻ്റെ മുമ്പ് തന്നെ വേണ്ടതുപോലെ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് നന്നാകാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണേ അല്ലാഹ്. വെള്ള വസ്ത്രം കഴുകി ശുദ്ധീകരിച്ചതുപോലെ ഞങ്ങളെ
ആത്മീയമായി മുന്നേറാൻ നീ സൗഭാഗ്യം തരണേ അല്ലാഹ്. നമ്മുടെ ഖുർആൻ ഓത്ത് വളരെ കുറവാണ്, ഇസ്തിഗ്ഫാറും ദിക്റുകളൊക്കെ വളരെ കുറവാണ്. അതിലൊക്കെ ഒന്ന് ഉയർച്ച കണ്ട് ധാരാളം ദിക്റ് ചൊല്ലുന്ന നാക്കാക്കി ഞങ്ങളുടെ നാക്ക് മാറ്റണേ അല്ലാഹ്. ഖുർആൻ ധാരാളം കണ്ട് ഓതി 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 ഖുർആനുമായുള്ള നല്ല കണക്ഷൻ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഖുർആൻ നാളെ ആഖിറത്തിലെത്തുമ്പോൾ പഠിച്ചോനെ, ഈ കുട്ടി, ഈ മനുഷ്യൻ ഖുർആൻ ധാരാളം ഓതിയതാണ്, ഇവനെ നരകത്തിലേക്ക് ഇടരുത് എന്ന് പറയുന്ന രൂപത്തിൽ ഖുർആൻ സാക്ഷി നിൽക്കും വിധം ഞങ്ങൾക്ക് കരുത്തേക്ക് തരണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലി 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 പഠിച്ചോനെ, എന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയവനാണ്, ഇവനെ ഒരിക്കലും നരകത്തിലേക്ക് ഇടരുത് എന്ന് ശുപാർശ ചെയ്യും വിധത്തിൽ ഞങ്ങളെ നീ മാറ്റിത്തരണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ കയ്യിൽ നിന്ന് പിടിക്കണം നീ തൗഫീഖ് തരണേ അല്ലാഹ്. അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് നോക്കിൽ കോത്ത് വാങ്ങി പിടിക്കണം നീ ഭാഗ്യം തരണേ അല്ലാഹ്. കടങ്ങളൊക്കെ നീ വീട്ടി തരണേ അല്ലാഹ്. ഒരു രൂപ പോലും കടമില്ലാത്ത വിധത്തിൽ ഞങ്ങളെ ഭരിപ്പിക്കണേ അല്ലാഹ്. അവസാനം ആഖിബത്ത് നന്നായി മരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾ നിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ മീസാനാകുന്ന തുലാസിൽ വെച്ച് ഞങ്ങളുടെ നന്മകൾ തൂക്കും, തിന്മകൾ തൂക്കും. തിന്മകൾക്കെങ്ങാൻ ഭാരം തൂങ്ങിപ്പോയാൽ ഞങ്ങൾ പിന്നെ പരാജിതരുടെ ലിസ്റ്റിലാണ്. ദുനിയാവിലാണോ ഞങ്ങൾ പരാജയപ്പെട്ടത്, ഞങ്ങൾക്ക് നന്നാകാനുള്ള വഴിയുണ്ട്. അവിടെ വെച്ച് തുലാസിന്റെ ഭാരം തൂങ്ങിയത് തിന്മക്കാണോ, ഞങ്ങൾ പരാജയത്തിലായി പോകുമല്ലോ. അതിനാൽ ഞങ്ങൾ ഈ സദസ്സിൽ വെച്ച് മുഅ്മിനീങ്ങൾ ഒന്നടങ്കം നിന്നിലേക്ക് കൈമലർത്തി ചോദിക്കുന്നു, അല്ലാഹ് ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്, നന്നാക്കി തരണേ അല്ലാഹ്. മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ നീ പുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. നന്മകൾ ധാരാളം ചെയ്ത് ചെയ്ത് നാളെ നിന്റെ മീസാനാകുന്ന തുലാസിൽ നന്മക്ക് ഭാരം കൂട്ടിത്തരണേ അല്ലാഹ്. അത് മുഖേന നാളെ ഞങ്ങൾക്ക് സ്വർഗത്തിലെത്തും. നീ നൽകുന്ന സ്വർഗം, ആ സ്വർഗത്തിന് ഞങ്ങൾക്ക് എന്ത് തന്നാലും മതിയാവൂല. പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ശുക്ർ പോലും അതിന് പകരം ഒക്കൂല. പക്ഷേ അതിന് മാത്രമുള്ള അമലുകളൊന്നും ഞങ്ങളുടെ കയ്യിലില്ലെങ്കിലും റബ്ബേ ഇത്തഖുല്ലാഹ മസ്തതഅതും, നിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നീ കഴിയുന്നതനുസരിച്ചൊക്കെ തഖ്വ ചെയ്തു പടച്ച റബ്ബ് ഒന്നും വിട്ടുപോകൂല, എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുമല്ലോ. പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ കിബറില്ലാതെ, ഉജ്ബില്ലാതെ, ഹസദില്ലാതെ, റിയായില്ലാതെ നിന്നിലേക്ക് ഞങ്ങൾ ചെയ്യുന്ന ഓരോ അമലുകളും എത്തണം. ആ രൂപത്തിൽ ഒരു പാകപ്പിഴവുകളില്ലാതെ നിന്നിലേക്ക് ഞങ്ങളുടെ അമലുകൾ എത്തിച്ചു തരണേ അല്ലാഹ്. അമലുകളാണെങ്കിൽ വളരെ കുറവ് ചെയ്യുന്ന അമലുകൾ പോലും നീ ഹായിബാക്കി മടക്കിയാൽ ഞങ്ങൾ ഫക്കീറന്മാരായി പോകുമല്ലോ അല്ലാഹ്. ദുനിയാവിൽ ഫക്കീറാണെങ്കിൽ ആഖിറത്തിൽ ഞങ്ങളെ നല്ല ധനികരാക്കണേ അല്ലാഹ്. ആ ധനം നല്ല ഖുർആനോത്തിന്റെ ധനമാക്കി തരണേ അല്ലാഹ്, ദിക്റിന്റെ ധനമാക്കി തരണേ അല്ലാഹ്. സ്വാലിഹായ അമലുകളുടെ കൂമ്പാരം കൊണ്ട് ആ ധനം ഞങ്ങളുടെ മീസാനാകുന്ന തുലാസിൽ ഭാരം തൂക്കുന്ന ധനമാക്കി തരണേ അല്ലാഹ്. അത് മുഖേന നിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു സ്വർഗീയ ഭവനം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.